ഈ അവാർഡിനായി എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അക്ബർ ഗ്രൂപ്പിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ ഒരു അവാർഡ് വളരെയധികം ഗുണം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുവസംരംഭകർക്ക് ദൃഢനിശ്ചയം, ആത്മാർത്ഥത, അതുപോലെയുള്ള കാര്യങ്ങൾ, പറഞ്ഞ സംഗതി പറഞ്ഞ സമയത്ത് ചെയ്തു കൊടുക്കുക, വിശ്വസ്തത പുലർത്തുക, ഇതെല്ലാമാണ് യുവ സംരംഭകർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ AI സാങ്കേതിക വിദ്യ ഈ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ അതിനായി ഇനിയുള്ള സമയം ചെലവഴിക്കുക, അതിലൂടെ മുന്നേറുക. ഇതാണ് എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്. വിശ്വാസം, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം, അതാണ് അതിലേറ്റവും പ്രധാനം. ആ വിശ്വാസത്തോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി ജനസേവനത്തിനായി മുന്നോട്ട് പോകുന്ന അക്ബർ ട്രാവൽസിനെ ഇന്നിതുവരെ എല്ലാ ജനങ്ങളും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം സാധാരണക്കാരുടെ ട്രാവൽ ആർക്കും എപ്പോഴും വരാം. അവിടെ ഒരു പരിമിതികളോ അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട ഒന്നും ആവശ്യം ആരെയും കാണില്ല. എല്ലാവർക്കും ഒരേപോലെ നടന്നു വന്ന് കാര്യങ്ങൾ പറയാനും അവരുടെ കാര്യങ്ങൾ കേട്ട് അതിന് പരിഹാരം ചെയ്തു കൊടുക്കാനും അക്ബർ ട്രാവൽസിൻ്റെ എല്ലാ ബ്രാഞ്ചും, ലോകമെമ്പാടുമുള്ള എല്ലാ ബ്രാഞ്ചിലെ ഞങ്ങളുടെ സഹപ്രവർത്തകർ വളരെയധികം കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് അത് ചെയ്തു കൊടുക്കും. ആ ഒരു കൂട്ടായ്മയും ഒരു ഒത്തൊരുമയുമാണ് അക്ബർ ട്രാവൽസിനെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതും ജനകീയ അംഗീകാരം അക്ബർ ട്രാവൽസിന് ലഭിച്ചു. ട്രാവൽ മേഖലയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി AI ആണ്. കാരണം ഇത് വളരെ വിപുലീകരിച്ച് വന്നാൽ ഒരുപാട് പേർക്ക് ജോലിയില്ലാത്ത ഒരു സംഗതിയാണ് വരുന്നത്. ഞാനിന്നിപ്പോൾ ഞങ്ങൾ IT ടീം ഉണ്ടായിരുന്നു, ഞങ്ങൾ അവരായിട്ടൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്ത അതാണ്, ഇപ്പോൾ ഉള്ള ആൾക്കാർ വളരെ ദൃഢനിശ്ചയത്തോടു കൂടി ഇനി മുതൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്താണ് നാളെ വരിക എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് നീങ്ങണം. നോക്കിയ ഫോണ് പോലെ ആവരുത്. അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ സംഭവിക്കും. അപ്പോൾ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. കഠിനാധ്വാനം ചെയ്താൽ ഒരു തരത്തിലും ഒരാളെ ജോലിയും പോകില്ല, വളരെ സുന്ദരമായിട്ട് ജീവിക്കാം. പാതിരാത്രി എന്ന ചിത്രം ഞങ്ങളെ 14ാമത്തെ ചിത്രമാണ്. ഇതിനൊരു വ്യവസായം എന്ന രീതിയിലല്ല കണ്ടിട്ടുള്ളത്. ജനസ്വാധീനമുള്ള ഒരു മാധ്യമത്തെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിനുദാഹരണമാണ് ഈ പാതിരാത്രിയിൽ അഭിനേതാക്കൾ അവരുടെ പാർട്ട്, നവ്യ നായരായാലും ശരി, ശോഭിന ആയാലും ശരി, അതിൽ എല്ലാവരും ഒരേപോലെ മത്സരിച്ച് അഭിനയിച്ച ഒരു പടമാണ്. കൂടാതെ അതിൻ്റെ സംവിധായിക റത്തീന ആദ്യത്തെ പുഴു എന്ന ചിത്രത്തിലൂടെ തന്നെ കഴിവ് തെളിയിച്ച ഒരു സംവിധായികയാണ്. മലയാള സിനിമാ പ്രേക്ഷകർ അതിൻ്റെ കഥ, അതിൻ്റെ ക്ലൈമാക്സ് എല്ലാം കൊണ്ടും വളരെ അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ 2ാം വാരത്തിന് നിറഞ്ഞ സദസ്സിൽ ലോകം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മനി, ഓസ്ട്രേലിയ, ഒരുപാട് സ്ഥലങ്ങളിൽ റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ലോകം മുഴുവൻ ഒരേ സമയത്ത് റിലീസ് ചെയ്ത പടമാണ്. നല്ല പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞാൻ ഈ സമയത്ത് വളരെ താങ്ക്സ് പറയണം. കാരണം ഒരു പടം നന്നായിട്ടില്ലെങ്കിൽ നിർമ്മാതാവിനെ കുറ്റം പറയും, നന്നായാലും നിർമ്മാതാവ് നല്ല ആള്, അങ്ങനത്തെ ലോകമാണല്ലത്. അപ്പോൾ നല്ല ആളെന്നുള്ള ഒരു വാക്ക് കേട്ട അതിൽ വലിയ സന്തോഷം. ഈ രാജ്യാന്തര പുരസ്കാരം ലഭിക്കുന്ന 2ാമത്തെ മലയാളിയാണ് ഡോക്ടർ KV അബ്ദുൾ നാസർ.